ഹായ്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th ഫിസിക്സ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് എന്ന ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ ഇൻ ഡിഫറെൻറ്റ് അപ്ലയൻസസ്. പല ഉപകരണങ്ങളിൽ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് കൺവേർട്ടഡ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല പല അപ്ലയൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാൻ, അല്ലെങ്കിൽ ഒരു മിക്സി, അല്ലെങ്കിൽ ബൾബ്, അങ്ങനത്തെ പലതിലും എല്ലാത്തിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വർക്കിങ്ങിന് നമുക്ക് എന്താവശ്യമുണ്ട്? കറണ്ട് ആവശ്യമുണ്ട്. ഈ കറണ്ട് പലതിനെയും ചലിപ്പിക്കുന്നത് പല രീതിക്കാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് ഇസ് ഇലക്ട്രിക്കൽ കറണ്ട്. ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയുന്നത് എന്താ? കറണ്ട് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ത്രൂ എ കണ്ടക്ടർ. കണ്ടക്ടറിലൂടെയുള്ള അതിലുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് കറണ്ടാണെന്ന് നമ്മൾ പറയും. സോ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ. ആൻഡ് കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ക്യൂ ബൈ ടി. ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്. ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജ് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ചാർജ് അതിലൂടെ വേഗം ഒഴുകുന്നുണ്ട്, അതാണ് കറണ്ട്. സോ ക്യൂ ബൈ ടി ആണ് കറണ്ട്. കറണ്ടിൻ്റെ എനർജീനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. എനർജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് കറണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ തന്നെ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയും. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ചെയ്യുക. എനർജി നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതിന് നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനനുസരിച്ച് എങ്ങനെയാണ് എനർജി കൺവേർഷൻസ് നടക്കുന്നത്, എങ്ങനെയാണ് പല ഉപകരണങ്ങളിൽ എനർജി കൺവേർഷൻസ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബൾബ് എടുത്തു. ബൾബിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട്, ലൈറ്റ് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നു. സ്വിച്ചിലുള്ളത് എന്താ? കറണ്ടാണ്. ലൈറ്റ് കത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താ? ലൈറ്റാണ്. സോ ഇലക്ട്രിക്കൽ എനർജി, ഇവിടെയുള്ള കറണ്ട് എന്തായിട്ട് മാറി? ലൈറ്റായിട്ട് മാറി. സോ അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നു. ബൾബിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടു ഗെറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. ഇൻഡക്ഷൻ കുക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹീറ്റ് വേണം. ഹീറ്റ് ഈ കറണ്ട് നിന്നാണ് നമ്മൾ കുക്കിംഗ് ഉണ്ടാക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സ്റ്റോറേജ് ബാറ്ററിയിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. വൈൽ ചാർജിങ്ങും വൈൽ ഡിസ്ചാർജിങ്. ചാർജിങ് സമയത്ത്, ഇപ്പോൾ നമ്മൾ സാധാരണ ഫോൺ ചാർജ് ചെയ്യുകയാണ്. ചാർജിങ് സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഫോൺ പ്ലഗിലേക്ക് ചാർജ് ചെയ്യുന്നു. അവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജിയാണ് അത് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. സോ കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ബട്ട് വൈൽ ഡിസ്ചാർജിങ് സമയത്ത് അത് നേരെ തിരിയും. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ദെൻ മിക്സി ഇതേപോലെ എന്താണ് അവിടെ നടക്കുന്നത്? മെക്കാനിക്കൽ വർക്കാണ് നടക്കുന്നത്. മിക്സി കറങ്ങുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ വർക്കാണ്. സോ അവിടെ ഞാൻ മിക്സി പ്ലഗ് കുത്തി. സോ അവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറി? അവിടെ മിക്സി കറങ്ങുകയാണ്, റൊട്ടേഷനാണ്. സോ അവിടെ എന്താ നടക്കുന്നത്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. നെക്സ്റ്റ് സ്പീക്കറും സൗണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൗണ്ടാണ്. സോ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്താണ്? എനർജി ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തായാലും പറയുന്നത്? എനർജി ഈസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. എനർജി ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതിനെ ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ പറ്റില്ല. അടുത്ത ടോപ്പിക്കാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ടും ഹീറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ സ്വിച്ച് ഇട്ടു, ബൾബ് കുറേ നേരം കത്തിയിട്ട് നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഹീറ്റ് ഫീൽ ചെയ്യും. ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് എക്യുപ്മെൻറ്റ്സ് ആയാലും നമുക്ക് കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ പോയി തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താ പറയുക, കറണ്ട് കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ഒരു ചെറിയ ഒരു ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഈ ടോപ്പിക്കുകളിൽ കവർ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. സർക്യൂട്ടിൽ സ്വിച്ച് ഉണ്ട്.
എസ് എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. ആൻഡ് 6 വോൾട്ട് ബാറ്ററി നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു നിക്രോം വയർ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ബാറ്ററീൻ്റെ സഹായത്തോടെ ഇതിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇതിലുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. സോ ഇൻ ദ സർക്യൂട്ട് വെൻ ബാറ്ററി ഈസ് കണക്റ്റഡ്, ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ദർ ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. അപ്പോൾ കറണ്ട് ഇങ്ങനെ സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ദ നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട്. നിക്രോം വയർ എന്താവും? റെഡ് ഹോട്ട് കണ്ടീഷനിൽ ആവുന്നു. അതെങ്ങനെയാണ് ആവുന്നത് എന്നൊക്കെയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ദ സർക്യൂട്ട് ഓൺ പാസിങ് കറണ്ട്. അപ്പോൾ ഈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് ഉണ്ടാവുന്നതിന് നമ്മൾ ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നാണ് പറയുക. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ആ സർക്യൂട്ടിൽ ഹീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഒമിക് ഹീറ്റിംഗ്. ഓക്കെ.